DJI RS4 ട്രാക്ക് ചെയ്യുമോ? ട്രാക്ക് ചെയ്യില്ലേ? ട്രാക്ക് ചെയ്യും. ഒരു ചെറിയ മൊഡ്യൂൾ ഉണ്ടല്ലോ, വളരെ തുച്ഛമായ വിലക്ക് കിട്ടുന്ന ഈ ഇൻ്റലിജൻറ്റ് ട്രാക്കിംഗ് മൊഡ്യൂൾ ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ DJI RS4 ട്രാക്ക് ചെയ്യും. ട്രാക്ക് ചെയ്യാൻ ഒരു പണിയില്ല. നിങ്ങൾ ആരെങ്കിലുമൊക്കെ പിന്തുടരുക, നിങ്ങൾ ആരെങ്കിലും ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ വെറുതെ ഉണ്ടല്ലോ ഈ ട്രിഗർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്തിട്ട് ട്രാക്കിംഗ് ഓഫ് ആവുകയും ചെയ്യും. ഇനി നമുക്ക് സെൽഫി വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ വെറുതെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ, കൈ കൊണ്ടൊന്നും ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി, ട്രാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ? അതുപോലെ ഒന്നും കൂടെ കാണിച്ചു കൊടുത്താൽ ട്രാക്കിംഗ് ഓഫ് ആവുകയും ചെയ്യും. ഇത്ര ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അതും ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ എമ്മാതിരി ട്രാക്കിംഗ് എന്ന് പറയുമോ. ഞങ്ങൾ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു. ശരിക്കും ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പേഴ്സൺ അല്ല, ശരിക്കും ആ ഫേസ് ശരിക്കും ആളെ തന്നെ ഡിക്റ്റേറ്റ് ചെയ്തിട്ടാണ് ട്രാക്ക് ചെയ്യുന്നത്. നമ്മളെ ഫ്രണ്ടിൽ കൂടി വേറൊരാൾ പോയാലും മാറില്ല, കറക്റ്റായിട്ട് നമ്മൾ തന്നെ ട്രാക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ വേറൊരു ഗുണം. ഈസി ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ നമ്മളിനിപ്പോൾ ഒരു മരത്തിനൊക്കെ മാറി, ഇവിടെ തന്നെ വലിയൊരു മരം ഉണ്ട് കണ്ടോ. ഈ ശരിക്കും ഇത് ലൂസിഫർ പള്ളി എന്ന് പറഞ്ഞ പള്ളിയാകാം വാഗമണ്ണത്തെ. അവിടെ മുറ്റത്ത് നിൽക്കുന്ന വലിയ മരത്തിന് സൈഡിൽ കൂടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഫ്രെയിമിൽ നമ്മൾ പെട്ടോ മൂപ്പര് പിടിച്ചോളും. അതാണ് ഇതിൻ്റെ ഇൻ്റലിജൻറ്റ് ട്രാക്കിങ്ങിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ ഇത് ട്രാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈസി ആയിട്ട് ട്രാക്കിങ് മാത്രമല്ല, പിന്നെ നമ്മൾ ദൂരത്തേക്ക് പോയി 10 മീറ്ററാണ് കമ്പനി പറഞ്ഞത്. 10 മീറ്റർ വരെ, ഇതാണ് മൊഡ്യൂൾ കേട്ടോ, 10 മീറ്റർ വരെ ട്രാക്ക് ചെയ്യുന്നതാണ് കമ്പനി പറയുന്നത്. പക്ഷേ 10-15 മീറ്റർ പോയിട്ടും വിടാതെ നമ്മളെ പിന്തുടരുന്ന പോലത്തെ ട്രാക്കിംഗ് ആണ്. നല്ല ഇൻ്റലിജൻ്റ് ആയിട്ട്, നല്ല പ്രഷ്യസ് ആയിട്ടുള്ള ട്രാക്കിംഗ്. അതായത് നമുക്ക് നമ്മളെ വർക്കിനൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നോർമലി നമ്മൾ പണ്ടൊക്കെ വർക്കിന് പോകുന്ന സമയത്ത് ഒരാളെ ബാക്കിലേക്ക് സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമുക്ക് കാണണം ആൾ ഫ്രെയിമിലുണ്ടോയെന്ന്, കാരണം നമ്മളാണിത് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഇൻ്റലിജൻറ്റ് ട്രാക്കിംഗ് മൊഡ്യൂൾ നിങ്ങൾ ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഇപ്പോൾ സെക്യൂരിറ്റി ഫ്രണ്ടിൽ വെറുതെ ഗിംബിൽ പിടിച്ചിട്ട് നടക്കുമ്പോഴും ഞാൻ എവിടേക്കാണോ മാറുന്നത് പോകുന്നത് അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് എന്നെ ട്രാക്ക് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിക്കഴിഞ്ഞാലും കറക്റ്റായിട്ട് നിന്നെ ട്രാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ വർക്കിലൊക്കെ നമ്മളൊരാളൊരു VIP നായിട്ടൊക്കെ വരുന്ന ഷൂട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു നായകനെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ട്രാക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ വെറുതെ ആ ട്രാക്കിംഗ് ഫേസ് പിടിച്ചിട്ട് ഒരൊറ്റ ക്ലിക്ക്, അതും സെൻറ്ററിൽ മാത്രമല്ല, സെൻറ്ററിൽ നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ മെനുവിൽ പോയിട്ട് സെൻട്രൽ ട്രാക്കിംഗ് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് കോമ്പോസിഷൻ വെച്ചിട്ട് നമ്മൾ എവിടെയാണോ ഫ്രെയിമിൽ നിൽക്കുന്നത് അവിടുന്ന് നമ്മൾ ട്രാക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ, അത് മെനുവിൽ മാറ്റി കഴിഞ്ഞാൽ അവിടുന്ന് ട്രാക്ക് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ആ കോമ്പോസിഷൻ അനുസരിച്ച്, റൂൾ ഓഫ് തേർഡൊക്കെ അനുസരിച്ച് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ പള്ളിയുടെ വീഡിയോ ഞാൻ എടുത്ത സമയത്ത് താഴെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു വൈഡായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് കറക്റ്റ് പള്ളിയൊക്കെ കിട്ടുന്ന മാതിരി കോമ്പോസിഷൻ ചെയ്തിട്ട് ട്രാക്കിംഗ് ഓൺ ചെയ്ത സമയത്ത് അതേ കോമ്പോസിഷനിലാണ് പിന്നെ നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അടിപൊളി ഓപ്ഷൻ അല്ലേ? പിന്നെ നമ്മൾ വ്ളോഗൊക്കെ ചെയ്യുന്ന സമയത്ത് മേ ബി ഇത് കുറച്ചും കൂടി ഹെവി ആയിക്കാരം. ഇനിയിപ്പോൾ RS4 മിനി നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇൻ്റലിജൻറ്റ് ട്രാക്കിംഗ് മൊഡ്യൂൾ വാങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങൾ അർജൻറ്റായിട്ട് വാങ്ങേണ്ട ഒരു സാധനമാണ് ട്രാക്കിംഗ് മൊഡ്യൂൾ. കാരണം നിങ്ങളെ വർക്ക് പക്ക ഈസിയാണ്. കറക്റ്റായിട്ട് നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യുകയാണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിലും. ഇപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഞാൻ ക്യാമറ 1 2 3 സെൽഫി മോഡിലിട്ടു. ഇപ്പോൾ എനിക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും എന്നെ ട്രാക്ക് ചെയ്യാൻ പോകുന്നില്ല. ട്രാക്ക് ചെയ്യണം എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ഞാൻ ട്രാക്കിംഗ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, കറക്റ്റായിട്ട് ഇതിനെ ട്രാക്ക് ചെയ്തോളും. കണ്ടോ, കോമ്പോസിഷനൊക്കെ ചെയ്ത് കറക്റ്റായിട്ട് ഇതിൻ്റെ ട്രാക്ക്. അപ്പോൾ എനിക്കവിടെ നിന്ന് സംസാരിച്ച് ഇവിടെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണമെങ്കിൽ ഇതൊക്കെ കാണിച്ചു കൊടുത്താലും കണ്ടോ എൻ്റെ കൂടെ ട്രാക്ക് ചെയ്ത് വന്നിട്ട് എന്നെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ ഈ ഒരു സിസ്റ്റത്തിന് പറ്റും. അതും കോമ്പോസിഷനൊക്കെ കറക്റ്റ് ചെയ്തിട്ട്. നമുക്ക് ട്രാക്കിംഗ് വേണ്ടാന്ന് വെച്ചാൽ വെറുതെ ഒരു ട്രിഗർ കാണിച്ചു കൊടുത്താൽ മതി, ഒരു എന്താ പറയുക, ഇത് കാണിച്ചു കൊടുത്താൽ മതി. ട്രിഗറിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മളെ ട്രാക്കിംഗ് നിർത്തും ചെയ്തു. അങ്ങനെയുള്ള ഒരു സൗകര്യം ഇതിനുണ്ട്. പിന്നെ ചില ഷോട്ടുകൾ നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ്, നമ്മൾ പെട്ടെന്ന് മൂവ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പാടാണ്. കാരണം അത് ശരിക്കും നമുക്ക് ട്രാക്ക് ചെയ്ത് കിട്ടുകയെന്ന് പറഞ്ഞാൽ ജോയ്സ്റ്റിക്കും കൂടെ എപ്പോഴും പാടാം. 2, 3, 10 ടേക്കൊക്കെ എടുത്താലേ കിട്ടുള്ളൂ. ഇത് നമ്മൾ ഇൻ്റലിജൻറ്റ് ട്രാക്കിംഗ് മൊഡ്യൂൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഓടി അതിന് മുൻകൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് ഞാൻ ചാടി വയ്ക്കിയാലും കറക്റ്റായിട്ട് ഫാസ്റ്റായിട്ട് വേണമെങ്കിൽ നമുക്കതിൻ്റെ ഫാസ്റ്റ് ഇവിടെ സെറ്റ് ചെയ്യാം. മീഡിയം ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ഫാസ്റ്റായിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഫാസ്റ്റായിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുണം കൂടെ ശരിക്കും ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ വേറൊരു ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഗിംബലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ന്യൂ കമറാണ്, നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ, ട്രാക്ക് ചെയ്ത് കൂടെ പോയാൽ മിസ്സായി പോകുമോ, ഇങ്ങനത്തെ പേടിയേ പേടിക്കണ്ട. നിങ്ങൾക്ക് ആരാണ് ട്രാക്ക് ചെയ്യണത്, അത് നിങ്ങൾ ഏതോ കോമ്പോസിഷൻ നിങ്ങളുടെ ഫ്രെയിമിൽ കറക്റ്റ് കോമ്പോസിഷൻ വന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട നിങ്ങൾ ട്രാക്ക് ചെയ്തോളും. ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ഉപയോഗിച്ചിട്ടും, നിങ്ങൾ 2400 എന്നൊന്നുമില്ല, ഏത് ടൈപ്പ് ഓഫ് ലെൻസ് ഉപയോഗിച്ചിട്ടും നിങ്ങൾ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റിയ സിസ്റ്റം കൂടിയാണ് DJI RS ഇൻ്റലിജൻറ്റ് ട്രാക്കിംഗ് മൊഡ്യൂൾ. പണ്ട് ലൈഡാർ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു, അത് ട്രാക്കിംഗ് കറക്റ്റ് ആണെങ്കിലും ഹെവി ആയിരുന്നു, കുറച്ചും കൂടി എക്സ്പെൻസീവ് ഒക്കെയാണ്. ഗിംബലിൻ്റെ പൊസിഷനൊക്കെ മാറ്റണം, നമ്മൾ റീബാലൻസ് ചെയ്യണം. ഇത് വെറുതെ നമ്മൾ ഊരിയെടുക്കുക, അതേപോലെ തന്നെ ആവശ്യമുള്ള അതിന് മുകളിൽ കണ്ടിട്ട് കൊടുത്ത ക്ലിപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് മാഗ്നറ്റിക് ആയിട്ട് നിന്നോളും. പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ലോക്ക് വരുന്നുണ്ട്. ഈ ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഊരിയെടുക്കാം. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ലോക്ക് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ഷൂട്ട് ഈസി ആക്കണമെങ്കിൽ ബെറ്റർ പ്രൊഡക്റ്റാണ് DJIൻ്റെ ഈ ഇൻ്റലിജൻറ്റ് ട്രാക്കിംഗ്. പിന്നെ കൊച്ചിയിലും കോഴിക്കോട്ടൊക്കെ നമ്മൾ കോഴ്സുകൾ നടക്കുന്നത്, താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ആൾ.